ഹായ്, നമ്മൾ ഇതുവരെ നോക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. യുവർ നെയിം പ്ലീസ്, വെർ ആർ യു ഫ്രം, വാട്ട് ഡു യു ഡു, ഡിഡ് യു കോൾ മീ, ഡു യു പ്ലേ ക്രിക്കറ്റ്, ഡു യു ന്യൂസ് പേപ്പർ, ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക് പോലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, അതായത് നേരിട്ട് ആ വ്യക്തിയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പേര്, വീട്, താല്പര്യങ്ങളെക്കുറിച്ചൊക്കെ, ആ വ്യക്തിയുടെ താല്പര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി ചോദിച്ച ചോദ്യങ്ങളാണ്. പക്ഷെ അത് മാത്രം പോരല്ലോ, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ആ വ്യക്തിയുടെ ഫാമിലിയിലുള്ള ആളുകളെക്കുറിച്ചോ, ഫ്രണ്ട്സിനെ കുറിച്ചോ, ആ വ്യക്തിയുടെ പരിചയത്തിലുള്ള ആളുകളെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി ചിലപ്പോൾ ചോദിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ചെറിയൊരു മാറ്റം വരും. ഉദാഹരണം, താങ്കൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കാനാണെങ്കിൽ ഹൗ ഓൾഡ് ആർ യു. പക്ഷേ താങ്കളുടെ ബ്രദറിന് എത്ര വയസ്സായി, അല്ലെങ്കിൽ അവന് എത്ര വയസ്സായി, അവൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കേണ്ടി വരുമ്പോൾ താങ്കൾക്ക് എത്ര വയസ്സായി, ഹൗ ഓൾഡ് ആർ യു. താങ്കളുടെ ബ്രദറിന് എത്ര വയസ്സായി, ഹൗ ഓൾഡ് ഈസ് യുവർ ബ്രദർ, ഹൗ ഓൾഡ് ഈസ് യുവർ സിസ്റ്റർ, ഹൗ ഓൾഡ് ഈസ് ഹി, അവനെത്ര വയസ്സായി, ഹൗ ഓൾഡ് ഈസ് ഷീ, ഹൗ ഓൾഡ് ആർ ദേ. കണ്ടോ, ആ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അത് പ്രായത്തിൽ മാത്രമല്ല, പ്രായത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വേർ ആർ യു ഫ്രം, വേർ ഈസ് ഹി ഫ്രം, വേർ ഈസ് ഷീ ഫ്രം, അങ്ങനെ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം, ഇതുവരെ നോക്കിയ ക്വസ്റ്റ്യൻസിലും ആ ഡിഫറൻസ് കൂടി നോക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചിലപ്പോൾ പരിചയക്കുറവുള്ളവർക്ക്, ഇതൊക്കെ വളരെ ബിഗിനർ ലെവലിലുള്ള കാര്യങ്ങളാണ്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ക്ലാസ് ആരംഭിക്കുമ്പോൾ. ഇനി പക്ഷേ ആ പോക്കിൽ നമുക്ക് നല്ല രസകരമായ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റൊരാളെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് കൂടി ആഡ് ചെയ്ത് പഠിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ നോക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ മാത്രമുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു തിയറി ഒന്നും അല്ല അത്. പകുതി കൂടുതൽ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പം നമുക്ക് അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഓടിച്ച് നോക്കാം, ഡിഫറൻസ് നോക്കാം. ഹൗ ഓൾഡ് ആർ യു, ഹൗ ഓൾഡ് ഈസ് യുവർ ബ്രദർ, വേർ ആർ യു ഫ്രം, വേർ ഈസ് ഷീ ഫ്രം, അല്ലെങ്കിൽ വേർ ആർ ദേ ഫ്രം, ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക്, ഈസ് ഷീ ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക്, ഡു യു പ്ലേ ക്രിക്കറ്റ്, ഡസ് ഷീ പ്ലേ ക്രിക്കറ്റ്. അത് കുറച്ച് തിയറി പഠിക്കാനുള്ളതാണ്, ഡൂവും ഡസും തമ്മിലുള്ള ഡിഫറൻസ്. അതൊരു വേറെ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഡിഡ് യു കോൾ മീ, അത് ആരാണെങ്കിലും ഡിഡ് ഷീ കോൾ മീ, ഡിഡ് ദേ കോൾ മീ, അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഓക്കെ, തൽക്കാലം നമുക്കപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ നിർത്താം. വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഗുഡ് ബൈ.